പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പരസ്യമായി അസഭ്യം പറഞ്ഞ് കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ ആലപ്പുഴയിൽ സമരാഗ്നി പരിപാടിയുടെ ഭാഗമായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകിയതാണ് കെ. സുധാകരനെ ചൊടിപ്പിച്ചത്. സംഭവം വിവാദമായതോടെ പരിപാടിയിൽ നിന്നും കെ. സുധാകരൻ ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, വലിയ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പരസ്യമായി അസഭ്യം പറഞ്ഞ് കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ ആലപ്പുഴയിൽ സമരാഗ്നി പരിപാടിയുടെ ഭാഗമായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയതാണ് ഇത്തരത്തിലൊരു അസഭ്യ വർഷത്തിലേക്ക് സുധാകരനെ എത്തിച്ചത്. എന്താണ് ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ? ബിനു, കെ.പി.സി.സി. അധ്യക്ഷൻ എത്തിയിട്ടും വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തിയില്ല. 5 മിനിറ്റിനകം കാത്തിരുന്ന് അസ്വസ്ഥനായ കെ. സുധാകരൻ ഒരു അസഭ്യ പദപ്രയോഗം ഇതിനിടയിൽ നടത്തി. മാധ്യമങ്ങളെല്ലാം ഇത് കേൾക്കുകയും ചെയ്തു. അതാണ് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പദവി അലങ്കരിക്കുന്ന ഒരാളെ കെ.പി.സി.സിയുടെ അധ്യക്ഷൻ, അതേ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ മോശം പദപ്രയോഗം കൊണ്ട് ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. സ്വാഭാവികമായും ഇത് വാർത്ത പ്രചരിച്ചതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധം വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുകയും ചെയ്തു. രണ്ട് നേതാക്കൾ തമ്മിലുള്ള മാനസികമായ അകലം സൂചിപ്പിക്കുന്നതാണ് ഈ പ്രയോഗം എന്ന തരത്തിലെ വിലയിരുത്തലുണ്ടായി. തുടർന്ന് വി.ഡി. സതീശൻ തന്നെ ശക്തമായി തൻ്റെ നിലപാട് എ.ഐ.സി.സി. അറിയിച്ചു. ഇത്തരത്തിൽ ഒരു നേതാവിനൊപ്പം തുടർന്നു പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് എ.ഐ.സി.സി. അറിയിച്ചത്. കെ.സി. വേണുഗോപാൽ ഇതിനെ തുടർന്ന് ഇരു നേതാക്കളെയും ബന്ധപ്പെടുകയും ചെയ്തു. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഒരു ജാഥ നടത്തുന്ന ഘട്ടത്തിൽ ഇരു നേതാക്കളും ഇങ്ങനെ വാക്പോരിലേക്കും അഭിപ്രായ വ്യത്യാസത്തിലേക്കും പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് കെ.സി. വേണുഗോപാലും ഹൈക്കമാൻഡും നൽകിയത്. വലിയ തരത്തിലുള്ള അതിർത്തി വി.ഡി. സതീശൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. കാരണം തന്നെ പരസ്യമായി കെ.പി.സി.സി. അധ്യക്ഷൻ തന്നെ അവഹേളിക്കുകയാണ്. ഇത്തരത്തിലൊരു നേതാവുമായി തുടർന്നു പോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് വി.ഡി. സതീശൻ എടുത്തത്. പക്ഷേ ഈ രണ്ട് നേതാക്കളും ഈ നിലപാട് എടുത്തപ്പോഴും എ.ഐ.സി.സി. വച്ചിട്ടുള്ള നിർദ്ദേശം ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഒഴിവാക്കി മുന്നോട്ട് പോകണമെന്നായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്താൻ ഇരു നേതാക്കളും തയ്യാറായില്ല. വി.ഡി. സതീശൻ വെവ്വേറെയും ഒപ്പം തന്നെ കെ. സുധാകരൻ പ്രത്യേകിച്ചുമാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇരു നേതാക്കളും ന്യായീകരിച്ച് തടി തപ്പാനാണ് ശ്രമിച്ചത്. എൻ്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളിതൊന്നും കെട്ടിപ്പൊക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറേയായിട്ട്. സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രസ് മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളതിനോട് അപ്പോളജി ചെയ്യണം. നിങ്ങളതിനോട് അപ്പോളജി ചെയ്യണം. ഞാൻ പറഞ്ഞൊന്നുമല്ല നിങ്ങൾ എഴുതിയത്, നിങ്ങൾ പറഞ്ഞൊന്നും. തെളിവ് എൻ്റെ അടുക്കുണ്ട്. എൻ്റെ കയ്യിലും തെളിവുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ കറക്റ്റ് 11:05 എത്താൻ വേണ്ടിയിട്ട് ഞാൻ പാഞ്ഞു വരുവാണ്. അവിടെ ഞാൻ 10 മിനിറ്റ് 12 മിനിറ്റ് എടുത്തുള്ളൂ. പാഞ്ഞു വരുവാണ്. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി. ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട് എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നിങ്ങൾ ഇത് വലിയ വാർത്തയാക്കി അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവരെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീത് നൽകി. സമ്മതിച്ചേ രാജി ഇതിന് അവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഞാൻ ഇപ്പോൾ ഇവർ എൻ്റെ സഹപ്രവർത്തകരാണ്. ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് അയച്ച എന്നെക്കാൾ പ്രായത്തിൽ കുറവാണ്. ഞാൻ പറഞ്ഞ കിട്ടിയാൽ നിങ്ങൾ ഓടും. കെ.പി.സി.സി. അധ്യക്ഷനായി കെ. സുധാകരനും പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശനും എത്തിയ ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അന്ന് തന്നെ ഉടലെടുത്തതാണ്. സംഘടനാ പുനഃസംഘടനയിൽ പരസ്യമായ നിലപാട് പല ഘട്ടങ്ങളിലും എടുത്തു. അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ട് നേതാക്കൾ രണ്ട് വഴിക്കാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലും ആ അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ വാർത്താ സമ്മേളനത്തിലും വി.ഡി. സതീശനും കെ. സുധാകരനും തമ്മിലുള്ള പോര് പ്രകടമായിരുന്നു. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള നേതാക്കളുമായി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നത്. നിലവിൽ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പ്രബല വിഭാഗങ്ങൾ എ.ഐ. വിഭാഗങ്ങൾ ഇപ്പോൾ നിസ്സംഗമായ അവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് കെ. സുധാകരനും വി.ഡി. സതീശനും തമ്മിലുള്ള പോരും മുറുകുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ബിനു, ശരി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പരസ്യമായ അസഭ്യം പറഞ്ഞ് കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ
ആലപ്പുഴയിൽ സമരാഗ്നി പരിപാടിയുടെ ഭാഗമായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകിയതാണ് കെ സുധാകരനെ ക്ഷുഭിതനാക്കിയത്. സംഭവം വിവാദമായതോടെ പരിപാടിയിൽ നിന്നും കെ സുധാകരൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. വിശദാംശങ്ങളാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.